ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ റമദാൻ മുബാറക്. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ അടിപൊളിയായിട്ട് നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വരട്ടിയെടുത്തതാട്ടോ. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്താൽ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ചെമ്മീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ചെമ്മീനാണ്. അപ്പോൾ ഞാനിത് ചെമ്മീൻ കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ ആ ടെയിൽ മാത്രം ഞാനവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ വാല് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാശ്മീരിയും സാധാരണ മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചെടുത്ത പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊടിച്ച് ചേർക്കണമെന്നില്ല, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ മൺചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുമ്പോഴാട്ടോ ഇത് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പകുതി ചെമ്മീനേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ഈ ഒരു പാകത്തിലായാൽ മതി കേട്ടോ. ഒരുപാട് വെന്ത് പോയാൽ അതൊരു റബ്ബർ പോലെ ഇരിക്കും ചെമ്മീൻ. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടല്ലേ വേണ്ടത്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ബാക്കിയുള്ള ചെമ്മീനും ഇതുപോലെ തന്നെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഞാൻ വറുത്ത് കോരി മാറ്റി വെക്കുകയാണ്. ഇനി ബാക്കിയുള്ള വെളിച്ചെണ്ണയിലേക്ക് നമുക്കിവിടെ തക്കാളിയും ഉള്ളിയും ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ സവോളയും തക്കാളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 2 വലിയ സവോളയാണ് എടുത്തത്. അപ്പോൾ അത് ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തക്കാളി ഞാനൊന്ന് ചോപ്പറിലിട്ടൊന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. അപ്പോൾ അതും കൂടെ ഉള്ളിയുടെ കൂടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ മസാലയ്ക്ക് ആവശ്യമുള്ളതായിട്ട് കേട്ടോ. കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുക. ഞാനൊരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എരിവും കുറച്ച് കുറഞ്ഞ് കിട്ടും. നമ്മൾ കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്തുകൊണ്ട് ആവശ്യത്തിനുള്ള എരിവുണ്ടാവും. പിന്നെ ഞാനിത് അത്താഴത്തിന് കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം സ്പൈസി ആയിട്ടല്ല ഞാനിത് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ നല്ല എരിവുള്ള മുളക് ചേർക്കുക, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിൽ തന്നെ വെക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ ചട്ടിയിൽ വെക്കുന്ന കറിക്കൊക്കെ ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ചെമ്മീനും. ഇനി നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. അപ്പോൾ ആദ്യം ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തോളാം കേട്ടോ. ആ കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു നാടൻ ടേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ സ്മെല്ലും നല്ല ടേസ്റ്റും സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായിട്ട് പെരണ്ട് വന്നിട്ടുണ്ട് ചെമ്മീനിലോട്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് എടുത്തത്. ഞാൻ മാഗിയുടെ തേങ്ങാപ്പാലിൻ്റെ പൊടി ഞാൻ അരക്കപ്പ് വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊരു കറി പരുവത്തിലല്ല വേണ്ട കേട്ടോ. നമുക്കിത് നന്നായിട്ട് പുരട്ടിയെടുത്ത പോലെയാണ് വേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്ന് ഇതിലെ വെളിച്ചെണ്ണയൊക്കെ മാറി വരണം. അപ്പോൾ മാത്രം നമുക്കിത് തീന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ട് തന്നെ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ചെറിയ തീയിലിട്ട് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും ഒരുപോലെയാണ് എടുത്തതെന്നുണ്ടെങ്കിലും നമ്മൾ കുക്കിങ്ങിലുള്ള തീയിൻ്റെ വ്യത്യാസമൊക്കെ വരുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റിന് നല്ല വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ തന്നെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ചെമ്മീനൊക്കെ നന്നായിട്ട് ഇവിടെ പെരണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്കിതൊന്ന് തീന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ചപ്പാത്തിയുടെ ചോറിൻ്റെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു കിഡ് കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തേങ്ങാപ്പാലും ഉള്ളിയും തക്കാളിയും എല്ലാം ചെമ്മീനിൽ നന്നായിട്ട് പെരണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല നമ്മൾ ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ വീഡിയോസിനും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൺ.